അസ്സലാമലൈക്കും. രുചിയുള്ള സേമിയ ചിക്കൻ ബോണ്ട തയ്യാറാക്കാം. ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. 2 ഉള്ളി, കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇതൊക്കെ എടുക്കുക. 1/2 കിലോ ചെറിയ ചെറിയ പീസാക്കിയ ചിക്കൻ, 6 ബ്രെഡ്, കുറച്ച് കടലമാവ്. ചെറിയ പീസാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇതൊക്കെ കൂടി നന്നായി മിക്സാക്കി എടുക്കുക. എണ്ണ ഒഴിച്ച് ഫ്രൈ ആക്കാൻ വെക്കുക. കുറച്ച് എണ്ണയിൽ ഫ്രൈ ആക്കണ്ടു. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. തവയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഉള്ളി ഇട്ട് വഴറ്റിയെടുക്കുക. പച്ചമുളക് ആഡ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കുക. കറിവേപ്പില, ഇനി അതിലേക്ക് മസാല ഐറ്റംസ് ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് ഈ ചിക്കൻ ഫ്രൈ ആക്കിയ പീസും ഇട്ട് എല്ലാം കൂടി മിക്സായാൽ കുറച്ച് മല്ലിയിലയും ഇട്ട് ഓഫ് ചെയ്യാം. ഇനി കടലമാവ് ഇച്ചിരി ഉപ്പും ഇട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ബ്രെഡ് വെള്ളത്തിൽ മുക്കി ഇതുപോലെ പിഴിഞ്ഞ് അതിലേക്ക് ഈ ചിക്കൻ മസാല പിടിപ്പിച്ച് ബോളാകൃതിയിൽ ഉരുട്ടിയെടുക്കുക. ഇതുപോലെ വീണ്ടും ചെയ്യുക. ആറ് ബ്രെഡും ചിക്കൻ മസാല നിറച്ച് ഇതുപോലെ ബോളാകൃതിയിലാക്കി വെക്കുക. ഈ ബ്രെഡ് കടലമാവിൽ മുക്കി മറ്റേ കൈ കൊണ്ട് സേമിയയിൽ മുക്കിയെടുക്കുക. സേമിയ 2 കൈ കൊണ്ടും ഞരടി ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. അതുപോലെ ബാക്കിയെല്ലാം ചെയ്യുക. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. തിളച്ച എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കുക. എണ്ണ തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കുക. അങ്ങനെ വളരെ ടേസ്റ്റിയായ ചിക്കൻ ബോണ്ടക്കൂട്ട് തയ്യാറായി. അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. കൂടെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. അതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി രണ്ടാമത്തെ റമദാൻ സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടാക്കാം. രണ്ട് ഉള്ളി, മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ഐറ്റംസ് എടുക്കുക. ഉള്ളി കട്ടാക്കിയത് എണ്ണയിലൊന്ന് വറുത്തെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും കട്ട് ചെയ്യണ്ട. ഇത് ക്രഷാക്കി എടുക്കേണ്ട മസാലയാണ്. അതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്യുക. മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ആഡ് ചെയ്യുക. വേറെ മസാല ഐറ്റംസ് ഒന്നും വേണ്ട. 5-6 ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത് കൂടി ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ചെമ്മീൻ വെന്തോ എന്ന് നോക്കുക. ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കുക. കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി മിക്സി ജാറിലേക്ക് ഇതിട്ടൊന്ന് ക്രഷ് മാത്രം ചെയ്തെടുക്കാം. വല്ലാതെ മുതിയരുത്. അതുപോലെ ബ്രെഡും ക്രഷാക്കി എടുക്കുക. 2 മുട്ട ഇതുപോലെ അടിച്ചു വെക്കുക. ഈ ആകൃതിയിൽ മസാല ഐറ്റംസ് ഷേപ്പാക്കി എല്ലാം അതുപോലെ ആക്കി വെക്കുക. മുട്ടയിൽ മുക്കി ബ്രെഡിൽ മുക്കിയെടുത്ത് എണ്ണയിൽ വറുത്തു കോരുക.
അങ്ങനെ ടേസ്റ്റിയായ ചെമ്മീനട തയ്യാറായി. അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കണം.